Hello friends, welcome to Shali's kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഡ്രിങ്ക് ആയിട്ടാണ്. നമ്മൾ ക്യാരറ്റും ഓറഞ്ചും കൂടിയിട്ടുള്ള ഒരു ക്യാരറ്റ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല ഈസിയാണ്. ഓറഞ്ച് ജ്യൂസൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. അതിൽ ഒരുപാട് വൈറ്റമിൻ എസ് ഒക്കെ ഉണ്ട്. ഓറഞ്ച് ജ്യൂസ് തന്നെ നല്ലതാണ്, ഒരുപാട് വൈറ്റമിൻ സി ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ള ഒരു ഡ്രിങ്കാണത്. അതായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ മുഖത്തൊക്കെ കുറച്ചൊരു ഗ്ലോ ഒക്കെ വരും. ക്യാരറ്റിന് നിങ്ങൾക്കറിയാലോ വൈറ്റമിൻ എ ഒക്കെ ഒരുപാടുള്ളതാണ്. പിന്നെ ഓറഞ്ച് ആണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി, നമ്മുടെ സ്കിൻ ഡാമേജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ ഇത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നോക്കാം. ഞാൻ ഒബിയസ്ലി ഓറഞ്ച് ക്യാരറ്റ് ജ്യൂസ് ആയതുകൊണ്ട് ഞാൻ 2 ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. വലിയ ഓറഞ്ചാണ്. പിന്നെ ഇതും ക്യാരറ്റും ഇതും ഭയങ്കര കുറച്ച് ഒരു വലുതാണ്. നാട്ടിലൊക്കെ വെച്ചാൽ 2 ക്യാരറ്റിൻ്റെ ഇതുണ്ടാവും. അതിൻ്റെ വലിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഷുഗറാണ്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഓൾറെഡി ഇപ്പോൾ ഓറഞ്ചിന് സ്വീറ്റിനുണ്ടാവും. അപ്പോൾ പിന്നെ പഞ്ചസാര ആഡ് ചെയ്തിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഒബിയസ്ലി വെള്ളം വേണം. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്. ഇത്രയേ ഉള്ളൂ ആവശ്യം. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ക്യാരറ്റ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഒരു കയ്യിൽ ക്യാമറയാണ്, അതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് പാട്. നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും ഇത് മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം. ഓക്കെ. ഇനി ഇത് നമുക്ക് മിക്സിയിലിടാം. ആദ്യം ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ക്യാരറ്റ് ആഡ് ചെയ്യാം. ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ സീഡില്ല ഈ ഓറഞ്ചിന്. അപ്പോൾ സീഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് പറ്റുവാണെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് അരിച്ചെടുക്കാം. അതും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ 2 ഓറഞ്ച് ഇതും നമുക്ക് ഇതിലിട്ട്, അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓറഞ്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഷുഗർ ഞാൻ 2 ടേബിൾ സ്പൂൺ തൊട്ടിട്ട് 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ആവാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ മിക്സിയിൽ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അരിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കാം. സോറി. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കുക അടിച്ചെടുക്കാതെ. പക്ഷേ അപ്പം ചിലർക്ക് ഇഷ്ടമാണെന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതാക്കിയിട്ട് ഇത് നന്നായി ഇതാക്കിയെടുക്കും. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടാവുന്ന അത്രയും ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഞാനെല്ലാം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഐസ് ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് മാറ്റിയിട്ടുണ്ട്. 2-3 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. നല്ല ഈസിയല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.